നമസ്കാരം. അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പണം സമ്പാദിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം നമുക്ക് നോക്കാം. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അസുഖമോ അപകടമോ വന്നു കഴിഞ്ഞാൽ മിക്ക വ്യക്തികളുടെയും കയ്യിൽ പണം റെഡി ആയിട്ടുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് പലപ്പോഴും നമ്മൾ വളരെ ലഘുവായിട്ട് എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും വളരെ വിഭിന്നമായിരിക്കും. കാരണം എമർജൻസി ആയിട്ട് ഫണ്ട് വേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ ഒരു പക്ഷേ ഏതെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പലരിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ അതിനു മുമ്പ് പലതവണ അത്തരം കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി പോകുമ്പോഴും എനിക്കത് വേണ്ട എന്ന് തീർത്ത് പറഞ്ഞെടുത്ത് അവിടെ നമ്മൾ അധിക പലിശ കൊടുത്തുകൊണ്ട് നമ്മൾ ഫണ്ട് എടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എക്സ്പെൻസുകൾ പല മേഖലകളിൽ കൂടെ നമുക്ക് വരാം. പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന സമയത്ത്, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു പ്രതിസന്ധി വരാം. ഏതെങ്കിലും അസുഖങ്ങളോ അപകടങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ വരാം. ഇനി വലിയ ഏതെങ്കിലും തരത്തിലുള്ള പിരിവുകളോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമ്മളെ ആ ഒരു കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങുകൾ പലപ്പോഴും മിസ്യൂസിങ് വരാം. കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു നിശ്ചിത തുക നമ്മൾ കെട്ടിവെക്കേണ്ടി വരുന്ന സമയത്തും ഇത്തരം സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പം ഇതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എമർജൻസി ഫണ്ട് രൂപീകരിക്കും. ആ എമർജൻസി ഫണ്ട് എടുത്തുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാം. അവിടെ നമ്മുടെ പ്ലാനിങ്ങിലേക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു ബജറ്റ് തയ്യാറാക്കിക്കൊണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാവും. അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം, വലിയ വരുമാനം ഉണ്ടായിരുന്ന പല വ്യക്തികളും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ അവരുടെ ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പല രീതിയിലേക്ക് പിന്നാക്കം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി അല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ സൂചനകളാണ് അത്തരം കാര്യങ്ങൾ കൂടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വരുമാനം എന്താണോ അതിനെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി ഒരു ചെലവഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. താങ്ക് യു.